ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ദ എവിടെ യൂസ് ചെയ്യണം, യൂസ് ചെയ്യേണ്ട എന്നാണ്. അതായത് നമ്മുടെ ആർട്ടിക്കിൾസ് വേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എ, ആൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ദ എവിടെ യൂസ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാണാത്തവർ തീർച്ചയായിട്ടും മുമ്പത്തെ വീഡിയോസ് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ എവിടെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പം അധികം സെൻറ്റൻസുകളിലും നമ്മൾ ദ യൂസ് ചെയ്യാറുണ്ടോ, എന്നാൽ ചില സെൻറ്റൻസുകൾ നമുക്ക് ദ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്കത് എന്താണ് എന്നൊക്കെ ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്കും ഷെയറും ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കട്ടോ. ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ദ യൂസ് ചെയ്യാൻ പാടില്ലാത്തത് ഈ പ്രോപ്പർ നൗൺ, അതായത് പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മനുഷ്യൻ്റെ പേര്, അതുപോലെ സ്ഥലത്തിൻ്റെ പേര്, ഇവയുടെ കൂടെയൊന്നും നമ്മൾ ദ യൂസ് ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ, രാജു കളിക്കുകയാണ്. രാജു കളിക്കുകയാണ്. ഇവിടെ നമ്മൾ ദ രാജു ഈസ് പ്ലേയിങ് എന്ന് പറയാറില്ല. എന്താ പറയുക? രാജു ഈസ് പ്ലേയിങ്. അപ്പം ഇങ്ങനെ ഒരു നെയിമിൻ്റെ കൂടെ നമ്മളൊരിക്കലും ദ യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഒരു സ്ഥലത്തിൻ്റെ പേര്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ മലപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ ഐ ആം ഗോയിങ് ടു മലപ്പുറം എന്നാണ് പറയേണ്ടത്, അല്ലാതെ ഐ ആം ഗോയിങ് ടു ദ മലപ്പുറം എന്ന് പറയാറില്ല. അപ്പം ഒരു സ്ഥലത്തിൻ്റെ നെയിമിൻ്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദ യൂസ് ചെയ്യാൻ പാടില്ല. വേറൊരു കേസ് എന്ന് പറയുന്നത് ഇപ്പം മെറ്റീരിയൽസിൻ്റെ നൗണല്ലേ. അതായത് ഇപ്പം മെറ്റീരിയൽ എന്ന് പറയുമ്പം ഇപ്പം നമ്മളെ ചെമ്പ്, സ്വർണം, അതേപോലെ ഇരുമ്പ്, അയൺ, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ കൂടെയും നമ്മൾ ദ യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, അവൾ കുറച്ച് സ്വർണം വാങ്ങി എന്ന് പറയുമ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് ഷീ ബോട്ട് സം ഗോൾഡ്. ഷീ ബോട്ട് സം ഗോൾഡ്. അവിടെ ദ ഗോൾഡ് എന്ന് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തത് അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ, അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത നൗണിൻ്റെ കൂടെ. ഫോർ എക്സാമ്പിൾ ഇപ്പം വാട്ടർ, ഹണി, അതുപോലെ ഓയിൽ, ഇതൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ്. അങ്ങനെയുള്ള കേസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ദ യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു. ഇവിടെ ഐ ഡ്രാങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. ഐ ഡ്രാങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു. ദ വാട്ടർ എന്ന് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെയും നമ്മൾ ദ യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് നമ്മൾ ദ യൂസ് ചെയ്യാത്തൊരു കേസ് എന്ന് പറയുന്നത് മദർ, അതുപോലെ ഫാദർ, അങ്കിൾ, ഇങ്ങനെയുള്ള റിലേഷനായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, റിലേഷൻഷിപ്പിൻ്റെ, അതിൻ്റെ കൂടെയും നമ്മൾ ദ യൂസ് ചെയ്തത്. ദ മദർ അല്ലെങ്കിൽ ദ അങ്കിൾ അല്ലെങ്കിൽ ദ ഫാദർ, ഇതുപോലെയുള്ള റിലേഷൻ്റെ കൂടെ നമ്മളൊരിക്കലും ദ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് പ്രധാനമായിട്ടും ദ യൂസ് ചെയ്യുന്ന സ്ഥലം, യൂസ് ചെയ്യാത്ത സ്ഥലമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് നമ്മൾ സെൻറ്റൻസുകളിൽ കാണാവുന്ന ഒരു വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ ചില സന്ദർഭങ്ങളിൽ ദ സ്കൂൾ അല്ലേ, ടു ദ സ്കൂൾ എന്ന് കാണാറുണ്ട്. അതുപോലെ ടു ദ ഓഫീസ് എന്ന് കാണാറുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. എന്നാൽ ചില കേസിൽ ടു സ്കൂൾ അല്ലെങ്കിൽ ടു ഓഫീസ് എന്ന് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ, അവൻ സ്കൂളിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ എന്നാണ്. അതായത് അവൻ സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണെന്നല്ലേ. ഇനിയിപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ സ്കൂളിൻ്റെ മുമ്പ് ദ യൂസ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് പോവുകയാണെങ്കിലും, ഓഫീസിലേക്ക് ജോലിക്ക് വേണ്ടി പോവുകയാണെങ്കിൽ അവിടെയും നമ്മൾ ദ യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്, ഐ ആം ഗോയിങ് ടു ഓഫീസ് എന്ന് മതി. ഇനി ആ ഓഫീസിലേക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോവുകയാണെങ്കിൽ എന്ത് വേണം? ദ ഓഫീസ് എന്ന് പറയണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ, നമുക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, അതായത് നമുക്ക് ചികിത്സിക്കാനും നമുക്കൊരു രോഗത്തിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ പോവുകയാണെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യണം? അവിടെ ദ യൂസ് ചെയ്യാൻ പാടില്ല. എന്നാൽ നമ്മൾ വേറൊരാളെ അഡ്മിറ്റായവരെ കാണാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ദ യൂസ് ചെയ്യാം. ദ ഹോസ്പിറ്റൽ എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ പള്ളി, അമ്പലം, എല്ലാത്തിലും അങ്ങനെ തന്നെ. പള്ളി, അമ്പലം, ഇതിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടാണ് പോകാറ്. അങ്ങനെയാണെങ്കിൽ
ദ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ ഒക്കെ വേറെ എന്തെങ്കിലും ഒരാവശ്യത്തിന് ഇപ്പോൾ പല കാര്യത്തിനും നമ്മൾ പോകാറുണ്ടല്ലേ, അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളവിടെ ദ യൂസ് ചെയ്തുകൊണ്ട് വേണം പറയാനായിട്ട്. അപ്പം ദ എവിടെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണ്ട എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലേ, മുമ്പത്തെ വീഡിയോസും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ദ യൂസ് ചെയ്യാൻ പാടില്ലാത്തത്. അപ്പം എവിടെ യൂസ് ചെയ്യണം എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കനും ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.